അല്ല ഗൈസ്, ലൈവ് സ്ട്രീം ചെയ്ത് കിട്ടുന്ന കാശ് കൊണ്ട് കുറച്ച് നല്ല കാര്യങ്ങൾ ചെയ്യാം എന്ന് തീരുമാനിച്ചു ഗൈസ്. തീരുമാനിച്ചെന്ന് പറഞ്ഞാൽ ആഗ്രഹമുണ്ട്, പൈസ വല്ലതും കിട്ടിയാൽ ചെയ്യും. അതായത് ഇന്നെ പറ്റിച്ച കുറേ ടീംസ് ഉണ്ട്. ലൈവ് കഴിഞ്ഞിട്ട് ഇപ്പോഴും പൈസ തരാത്ത ടീംസൊക്കെ ഉണ്ട്. എൻ്റെ അച്ഛന് വൈജാന്ന് പറഞ്ഞിട്ട് അടക്കം കിട്ടിയിട്ടില്ല. ഇനിയിപ്പോൾ ഞാൻ ചത്തിട്ടാണ് ബിരുദ തരണത്. എന്തായിക്കോട്ടെ, നന്നായിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിനനുസരിച്ച് നിന്നാൽ മതിയല്ലോ. അപ്പോൾ ഞാനിവിടെ പറഞ്ഞു വരുന്ന സംഭവം, ഇനി ലൈവ് ഇത് കടല ആളുകൾക്ക് വേണ്ടിയിട്ട് പറയുന്നത്. ഇപ്പോൾ ഈ വടവലിയിൽ എന്താ പറയുക, ഭയങ്കര പാഷനേറ്റായിട്ട് ഇറങ്ങുന്ന കുറച്ച് ആളുകളുണ്ടല്ലോ. അതേപോലെ തന്നെ അപ്പോൾ അങ്ങനെയുള്ള ടീമുകളെ, അങ്ങനെയുള്ള ആളുകളെയൊക്കെ എന്താ പറയുക, ഞാനിങ്ങനെ പാഷനേറ്റായിട്ട് ഇറങ്ങിയ ഒരു മനുഷ്യനാണ്. അപ്പോൾ ഞാൻ നന്നാവുമ്പോൾ എൻ്റെ കൂടെ ഒരാളെങ്കിലും നന്നാക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് കേസ്. പിന്നെ നമ്മൾ മനുഷ്യന്മാരല്ലേ, നമുക്ക് സാമൂഹികമായ ഉത്തരവാദിത്തങ്ങൾ സ്വാഭാവികമായിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു കോളേജിൻ്റെ ചെയർമാനായിട്ടൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ഒരു മനുഷ്യനാണ്. അപ്പോൾ ആ സമയത്ത് നമ്മളിങ്ങനെയുള്ള കുറച്ച് സോഷ്യൽ സർവീസിൻ്റെ ഇതിൻ്റെ ഇതിലൊക്കെ പറ്റണ പോലെയൊക്കെ ചെറിയ രീതിയിൽ ഭാഗമായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് എൻ്റെ പുസ്തകങ്ങളിലൂടെ ആയിക്കോട്ടെ, അതേപോലെ ഞാൻ ലൈവ് സ്ട്രീം ചെയ്യുന്ന കാര്യമായിക്കോട്ടെ, യൂട്യൂബ് ചാനലിൽ നിന്ന് കിട്ടുന്ന പൈസ ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, ഇതൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് കുറേ വിത്തുകൾ ഇങ്ങനെ പാവിയിട്ട് ഇങ്ങനെ മുളച്ചുകൊണ്ട് വരുന്ന സ്റ്റേജാണല്ലോ. അപ്പോൾ എനിക്കിതിന്ന് എന്താ പറയുക, എന്നെ ചെറിയ രീതിയിൽ സ്പോൺസർ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തരിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സ്റ്റേജാണ്. ഇങ്ങനെ ജസ്റ്റ് നമ്മൾ തുടങ്ങിയിട്ടുള്ളൂ. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ പറഞ്ഞാൽ വളരെ ക്രിട്ടിക്കലാണ്. ഇതിലേക്ക് ഇറങ്ങുകയും ചെയ്തു, ഒരാളുടെ സപ്പോർട്ടില്ല, വീട്ടുകാരുടെ സപ്പോർട്ടില്ല, ഒന്നുമില്ല. പിന്നെ ഉള്ളു കുത്തുവാക്കും പരിഹാസവും, കണങ്ങനുള്ള ആരോഗ്യമില്ല. പല സമയത്ത് കൺഫ്യൂഷനാണ്. നമുക്ക് സമയം വളരെ കുറവാണ്, എല്ലാം കൂടി മാനേജ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയൊക്കെ. അപ്പോൾ എന്തായാലും നമ്മളതായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ലൈവിന് കിട്ടുന്ന പൈസയുടെ ഒരു ഈ ഇത്ര ശതമാനം എന്നല്ല പറയുന്നത്, നല്ല വലിയൊരു 4 ഭാഗം, ഒരു 25% എന്തെങ്കിലും സോഷ്യൽ സർവീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഇപ്പോൾ വടംവലിയുടെ ലൈവ് ചെയ്യുന്ന രീതിയിലാവുമ്പോൾ വടംവലി മേഖലയിൽ എന്തെങ്കിലുമൊക്കെ അങ്ങനെ ഒരു സന്നദ്ധ പ്രവർത്തനമൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളുടെ കൂടെ ചേർന്ന് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് കേസ്. ഇപ്പോൾ ഇതിലിങ്ങനെ മരിച്ചുപോയ ആളുകളോ, സുഖബാധിതരായ ആളുകളോ, അല്ലെങ്കിൽ എന്താ പറയുക, ഇപ്പോൾ അവരെ മക്കളുടെ കല്യാണത്തിന്, അല്ലെങ്കിൽ പഠന ചെലവിന്, അങ്ങനെയൊക്കെ ആയിട്ട് സംഗതി ഉണ്ടാവില്ലേ. അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പോൾ ഒരു ഇപ്പോൾ കുട്ടികൾക്ക് എല്ലാ വിഷയങ്ങളും A+ അടിച്ചൊരു കുട്ടിക്ക് 10ാം ക്ലാസ് വിചാരിക്കുക, അല്ലെങ്കിൽ എന്താ പറയുക +2-ൽ 90% മാർക്ക് കിട്ടി വിചാരിക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ ഇത്ര ശതമാനം മാർക്ക് കിട്ടണം, അങ്ങനെയല്ല പറയണത്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു മറ്റുള്ളവരുടെ ലൈഫിൽ പോസിറ്റീവായ ഒരു ചേഞ്ച് വരുത്തി എന്തെങ്കിലും ഒരു കാര്യത്തിന് ഭാഗമാവണമെന്ന് ആഗ്രഹമുണ്ട് കേസ്. അപ്പോൾ എനിക്കാരെങ്കിലുമൊക്കെ നിങ്ങൾ എന്നെ വിളിക്കുകയാണെങ്കിൽ, ഏതെങ്കിലുമൊക്കെ ഇതൊക്കെ വിളിക്കുകയാണെങ്കിൽ, എനിക്കിങ്ങനെ ഫണ്ട് തരികയാണെങ്കിൽ എനിക്കിങ്ങനെ എന്ത് ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട് കേസ്. അപ്പോൾ എനിക്ക് കോർട്ടുകൾ, എന്നെ കോർട്ടിക്ക് ലൈവ് ചെയ്യാൻ വായോ എന്നൊക്കെ കൊണ്ട് എനിക്ക് അങ്ങനെ കുറേ കോളുകളൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഫണ്ട് മാത്രം കിട്ടുന്നില്ല, അതിൻ്റെ ഒരു കാര്യമുണ്ട്. പിന്നെ കുറച്ചുകൂടി പ്രൊഫഷണലായിട്ട് കാര്യങ്ങൾ ചെയ്ത്, കുറച്ച് നല്ല രീതിയിൽ പ്രൊഫഷണലായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് കേസ്. അപ്പോൾ എൻ്റെ കൂടെ ഒരാൾ കൂടി ലൈവിനൊക്കെ കൂടെ ചേർത്ത് അങ്ങനെ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അതിൽ ടീമിൽ നല്ല ഉഷാറായിട്ട് ഇറങ്ങണമെന്നുണ്ട്. അപ്പോൾ ഇനി പട്ടിപ്പണി സാധനങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് വളരെ ഉഷാറായിട്ട് ഗംഭീരമായിട്ട് സംഭവങ്ങൾ ചെയ്യണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ട് കേസ്. അപ്പം എനിക്കിൻ്റെ വേറെ സന്തോഷം എന്താ വെച്ചാൽ, ഇതിൽ എൻ്റെ കുറച്ച് ചങ്കുകാരനായിട്ടുള്ള കുറച്ച് ആളുകളെ പരിചയപ്പെടാൻ സാധിച്ചു എന്നുള്ളതൊരു വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു കേസ്. അപ്പോൾ ഞാൻ പറഞ്ഞു, വടംവലി ലൈവ് സ്ട്രീം ചെയ്യുന്നതിലൂടെ കിട്ടുന്ന പൈസ, അതായത് കമ്മിറ്റിക്കാർ തരുന്ന പൈസ ഉണ്ടല്ലോ, അങ്ങനെ കമ്മിറ്റിക്കാർ തരുന്ന പൈസയുടെ ഒരു 25% എടുക്കാം. 4-1 ഒരു ഭാഗം ആ കോർട്ടിൽ വെച്ച് തന്നെ ഏതെങ്കിലും, ഇപ്പോൾ സ്പോൺസറൊന്നും കിട്ടാണ്ട് പ്രൈസൊന്നും അടിക്കാൻ പറ്റാത്ത ഏതെങ്കിലും ടീമിനോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്ലെയറിനോ, അല്ലെങ്കിൽ എന്താ പറയുക, എന്തെങ്കിലും ഒരു നല്ല കാര്യത്തിന്, എന്തെങ്കിലും ഇപ്പോൾ സന്നദ്ധ പ്രവർത്തനം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിലേക്ക് സംഭാവന ചെയ്യുക, അങ്ങനെ എന്തൊക്കെയായിട്ട് അങ്ങനെ ഓരോ കോർട്ടുകളും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് കേസ്. എൻ്റെ കയ്യിൽ പൈസയൊന്നുമില്ല. അപ്പോൾ എന്നെ ലൈവ് നിങ്ങൾ വിളിക്കുകയാണെങ്കിൽ, പൈസ തരികയാണെങ്കിൽ, നിങ്ങൾക്ക് ഇവിടെ ഞാൻ പറയുന്നില്ല, ഇവിടെ എന്ത് സംഭവം എന്ന് അറിയാം, ഇതൊക്കെ ഇത് വേറെ കളികളാണ്. കാശ് ഞാൻ കാശ് ചോദിച്ച് വാങ്ങാത്തതാണ് ഇവിടുത്തെ പ്രശ്നം, അതാണ് വിഷയം. അതുകൊണ്ടാണ് വില ഇല്ലാത്തത്, എനിക്കത് മനസ്സിലാവുന്നുണ്ട് ഗൈസ്. ഇവിടെ ആളുകൾ എന്താ പറയുക, കുത്തിനും പിടിച്ച് വാങ്ങണ പോലെയൊക്കെ അങ്ങനെ ഓണ ആളുകൾക്കൊക്കെ നല്ല സപ്പോർട്ടുണ്ട്. നമുക്കൊന്നും ഒരു തേങ്ങയില്ല, വേണ്ട, സന്തോഷമുണ്ട് എന്തായാലും. അപ്പോൾ ഇന്നെ വേറെ പറഞ്ഞിട്ട് നമ്മൾ ഈ തുടങ്ങുന്ന ആളല്ലേ, ജസ്റ്റ് തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഒരുപാട് പോരായ്മകളുണ്ട്. അപ്പോൾ ആ ലെവലിൽ നിന്നിട്ടാണ് നമ്മളിങ്ങനെ നിൽക്കണത്. പക്ഷേ അത് മുതലെടുക്കുന്ന കുറേ ടീംസ് ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ കാര്യം. അപ്പോൾ അതിൽ ഭയങ്കര വിഷമമുണ്ട് കേസ്, ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ എന്തിനാ ഈ പട്ടിപ്പണിക്ക് നിൽക്കണതിനോട് പലരും ചോദിക്കുന്നുണ്ട്. അപ്പോൾ എനിക്കും തോന്നി ആ ഒരു ഊർജ്ജം ഉണ്ടെങ്കിൽ നമുക്ക് യൂട്യൂബിൽ 10 വീഡിയോസ് ചെയ്യാം, അല്ലെങ്കിൽ എന്താ പറയുക വെച്ചാൽ നമുക്ക് വേറെ പലതും ചെയ്യാൻ പറ്റും. ഒന്നുമില്ലെങ്കിൽ മുണ്ടാണ്ടിരുന്നോടെ, സ്വപ്നം കണ്ടൂടെ, അല്ലെങ്കിൽ തലകുത്തി മറിയുക, എന്തെങ്കിലുമൊക്കെ ചെയ്യുക. അപ്പോൾ ഞാൻ ആലോചിച്ചു എന്തായാലും ഇതിൽ ഇറങ്ങി, അപ്പോൾ ഉള്ളത് വൃത്തിയായിട്ട് അടിപൊളിയായിട്ട് ചെയ്യണമെന്നുണ്ട്. പിന്നെ എന്തായാലും ഇതിപ്പോൾ നമ്മൾ വീട്ടുകാരെ വെറുപ്പിച്ചിട്ടും നാട്ടുകാരെ വെറുപ്പിച്ചിട്ടും വേറെ പല സാധനങ്ങളും ചെയ്യാനുള്ള ഊർജ്ജമൊക്കെ സമയമൊക്കെ ഒഴിവാക്കിയിട്ടാണ് എനിക്ക് ഇറങ്ങിയിട്ടുള്ളത്. അപ്പം അത് സമൂഹത്തിൽ എന്തെങ്കിലുമൊക്കെ ആർക്കെങ്കിലും എന്തെങ്കിലും ഗുണം കിട്ടുന്ന രീതിയിലൊരു സാധനമായിട്ട് മാറണമെന്ന് വിചാരിക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഭാവിയിൽ നമുക്കും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ബുദ്ധിമുട്ടുകൾ, അത്യാവശ്യങ്ങൾക്ക് വരുന്ന സമയത്ത് നമ്മുടെ കുടുംബത്തിന് ഇങ്ങനെയൊക്കെ പറ്റുന്ന പോലെയൊക്കെ ചെയ്യുന്നുള്ളൊരു പ്രതീക്ഷയുണ്ട് ഗൈസ്. ഇതൊരു ഫാമിലിയാണല്ലോ, അത്രയേ ഉള്ളൂ. നമ്മളൊരു ഫാമിലിയുടെ ഭാഗമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നുള്ള സംഭവം. അപ്പോൾ അത്രയുള്ളൂ ഗൈസ്. അപ്പോൾ സംഭവം അത്രയേ ഉള്ളൂ. എനിക്കിങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നൊക്കെ ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ട്. അപ്പോൾ എൻ്റെ കൂടെ ലൈവ് ചെയ്യാൻ വരാമെന്ന് പറഞ്ഞിട്ടൊരു ചങ്കുണ്ട് ഗൈസ്. അപ്പോൾ അവന് എന്തെങ്കിലും കൊടുക്കണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ എനിക്ക് എന്തെങ്കിലും കിട്ടിയാലാണ് ഓന് എന്തെങ്കിലും കൊടുക്കാൻ പറ്റുള്ളൂ, അതാണ് കാര്യം.
അപ്പോൾ അങ്ങനെ കുറച്ച് ആളുകളുണ്ട്. അതേപോലെ എന്നെ നല്ല രീതിയിൽ മോട്ടിവേറ്റ് ചെയ്യുന്ന, സപ്പോർട്ട് ചെയ്യുന്ന, എന്താ പറയുക, ഈ വടംവലി പ്ലെയേഴ്സ് ഇല്ലേ, അവരുടെ വലി കാണാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന, എൻ്റെ ലൈവിൽ കയറുന്ന അവരുടെ ഫാമിലി മെമ്പേഴ്സും ഒക്കെയാണ്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ആളുകൾ എന്നോട് സംസാരിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ കേസ്.